സ്വർണം കൊടുക്കലും നിർത്തുക, അതന്നെ. കല്യാണത്തിനൊക്കെ ചോദിക്കലും നിർത്തുക, കൊടുക്കലും നിർത്തുക. കൂടട്ടെ എന്നാണ്, കൂടട്ടെ. കാരണം സ്വർണം ഉപയോഗിക്കുന്ന ആഭരണത്തിനുള്ള ഭ്രമം അവസാനിപ്പിക്കാൻ ഇത് നന്നാവും എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. പാവപ്പെട്ടവർക്ക് തീരെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. പൈസക്കാർക്കൊക്കെ ഒരു പ്രശ്നവുമില്ല. പാവങ്ങൾക്ക് സാധു കുട്ടികൾ എത്രയോ ഇല്ലേ കല്യാണം കഴിയാനൊക്കെ ഉള്ള ഐറ്റുകളൊക്കെ വളരെ ബുദ്ധിമുട്ടല്ലേ. എന്നാൽ ഒരു പവൻ കൊടുക്കാന്ന് പറയുമ്പോൾ 1 ലക്ഷം എന്ന് പറയുമ്പോൾ ആദ്യമൊക്കെ ഒരു പവനൊക്കെ 1 ലക്ഷം കൊണ്ട് എത്ര പവൻ മേടിക്കേനി? വളരെ തന്നെയാണ്, ബുദ്ധിമുട്ട് തന്നെയാണ്. ഇതിൻ്റെ വില കുറച്ച് തന്നെ കൊണ്ടുവരണം. നടക്കട്ടെ. സ്വർണം ഒരു അവശ്യ വസ്തു അല്ലല്ലോ. പിന്നെ സ്വർണം വിവാഹത്തിനാണ് സ്ത്രീകളുടെ ആഭരണം എന്നുള്ള നിലക്കാണ് ഉപയോഗിക്കുന്നത്. അതൊരു അവശ്യ വസ്തു അല്ലാത്തതിനെ കൊണ്ട് വളരെ ഉയരത്തിലോട്ട് പോയിക്കോട്ടെ എന്നുള്ള, കാരണം അതിനെ നിരുത്സാഹപ്പെടുത്തുക വേണ്ടിയത്. സ്വർണ്ണാഭരണം ഉപയോഗിക്കുന്നതിനെ ഇത്രയും വിലക്കയറ്റങ്ങൾ നിരുത്സാഹപ്പെടുത്തുമെങ്കിൽ അത് പോയിക്കോട്ടെ എന്നാണ് അഭിപ്രായം. എന്താണ് ആഗോളതലത്തിൽ ഇങ്ങനെ സ്വർണത്തിന് വില കൂടുന്നതെന്നുള്ളത് മനസ്സിലാകുന്നില്ല. അതൊന്ന് ഞങ്ങളെ ആശങ്കപ്പെടുത്തുക. എന്നെ സംബന്ധിച്ച് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം, സ്വർണത്തിന് വില കൂടുന്നതിൽ ആശങ്കപ്പെടുന്നില്ല. പക്ഷേ പെൺകുട്ടികളുള്ള രക്ഷിതാക്കൾക്ക് ഇതൊരു ആശങ്ക ആയിരിക്കും എന്നുള്ളത് ഒരു സന്ദേഹമുണ്ട്. അതാണ് അതിനെ പറ്റിയിട്ട്. കൂടട്ടെ എന്നാണ്, കൂടട്ടെ. കാരണം സ്വർണം ഉപയോഗിക്കുന്ന ആഭരണത്തിനുള്ള ഭ്രമം അവസാനിപ്പിക്കാൻ ഇത് നന്നാവും എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. അങ്ങനെ വാങ്ങും, ഞങ്ങളങ്ങനെ പെൺകുട്ടികളെ കെട്ടിക്കൂ. ഞങ്ങൾക്ക് കുറേ പെൺകുട്ടികളെ ഇല്ലേ കെട്ടിക്കാൻ. ഇതാ വെക്കുന്നുണ്ട് 2 പെൺകുട്ടികളെ. എങ്ങനെ കെട്ടിക്കുന്നു ആ ഒരു ചിന്തയിൽ തന്നെയാണ്. സ്വർണം വിറ്റ് വീട് നന്നാക്കിയതും ഉണ്ട്. അതൊക്കെ കടം വീടണ്ടേ നമ്മൾ? ഞങ്ങളെ മരക്കളതായാലും അതൊരു കടം തന്നെയല്ലേ. ആ ഒരു ടെൻഷനിൽ നടക്കുകയാണ്. സ്വർണം കൊടുക്കലും നിർത്തുക, അതന്നെ. കല്യാണത്തിനൊക്കെ ചോദിക്കലും നിർത്തുക, കൊടുക്കലും നിർത്തുക.